Hi everyone, this is Shrinjisha. Welcome back to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ് ആണ്. അതായത് അംശബന്ധവും അനുപാതവും. ഈ ഒരു സെയിം ടോപ്പിക്കിൽ തന്നെ നമ്മൾ ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്ത ആൾക്കാർ ജസ്റ്റ് ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയിലോട്ട് വരാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്പ് ഓഫ് റേഷ്യോസ് ആണ്. ഏകദേശം ഒരു 5 ടൈപ്പ് ഓഫ് റേഷ്യോസ് ഉണ്ട്. ടൈപ്പ് ഓഫ് റേഷ്യോയിൽ വരുന്ന ഒന്നാമത്തേതാണ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. ഒരു റേഷ്യോ തരും നമുക്ക് A:B എന്ന് പറയുന്ന റേഷ്യോ തന്നിട്ട് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് കാണണം? ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് A²:B² ആണ്. ഓക്കെ, അപ്പൊ A:B എന്ന് പറയുന്ന ഒരു റേഷ്യോ തന്നിട്ട് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ A²:B² കാണണം. അപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ 2:3. ഓക്കെ, 2:3യുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്താണെന്ന് ചോദിക്കും. 2:3യുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എത്ര? 2:3യുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് കണ്ടാൽ മതി? 2²:3² കണ്ടാൽ മതി. എത്രയാണത്? 2² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 2. 2 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. 3² എന്ന് പറഞ്ഞാൽ എന്താണ്? 3 × 3 എത്രയാണ്? 9. അപ്പോ 2:3ന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എത്രയാണ്? 4:9. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്യാം. 4:5. 4:5ന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 4ന്റെ സ്ക്വയർ കാണാം /5ന്റെ സ്ക്വയർ. 4ന്റെ സ്ക്വയർ എത്രയാണ്? 4 × 4 എത്രയാണ്? 16. 5 × 5 എത്രയാണ്? 25. അപ്പൊ 4:5ന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എത്രയാണ്? 16:25. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. 7:2. 7:2ന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ മതി? 7ന്റെ സ്ക്വയർ അല്ലെ? 7²2² എത്രയാണ്? 7ന്റെ സ്ക്വയർ 49. 2ന്റെ സ്ക്വയർ എത്രയാണ്? 2 × 2 4. അപ്പൊ 49:4 ആണ് 7:2ന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. അതേപോലെ 4:8 വേണ്ട 4:9 അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 4ന്റെ സ്ക്വയർ 4²:9² എത്രയാണ്? 4² എന്ന് പറഞ്ഞാൽ 4 × 4 16. 9ന്റെ സ്ക്വയർ 9 × 9 81. ഓക്കെ, അപ്പൊ ഇതുപോലെ റേഷ്യോസ് A:B എന്ന് പറഞ്ഞ റേഷ്യോ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? A²:B² കണ്ടാൽ മതി. അടുത്ത ടൈപ്പ് ഓഫ് റേഷ്യോ ആണ് സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഒരു റേഷ്യോ തരാണ് A:B എന്ന് പറയുന്ന റേഷ്യോ തന്നിട്ട് അതിന്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ, നേരത്തെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടത് എങ്ങനെയാണ്? A²:B² കൊണ്ട്. സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ A:B സ്ക്വയർ റൂട്ട് കാണാം. √A:√B കാണാം. ഓക്കെ, അപ്പൊ രണ്ടിന്റെയും സ്ക്വയർ റൂട്ട് കണ്ട് നമുക്ക് എന്ത് കിട്ടും? സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ 144:64. ഓക്കെ, ഏതിന്റെ ഒരു സ്ക്വയർ ആണ് 144? എന്തിന്റെ സ്ക്വയർ ആണ് 144? 12നെ 2 തവണ നമ്മൾ ഗുണിക്കുമ്പോഴാണ് 144 കിട്ടുന്നത്. അപ്പൊ 144ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അപ്പൊ 144 64ന്റെയും സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ √144 എന്ന് കിട്ടി. അപ്പോ 144ന്റെ സ്ക്വയർ ഏതാണ്? സ്ക്വയർ റൂട്ട് ഏതാണ്? 12 ആണ്. അപ്പൊ = 12:64. 64 സ്ക്വയർ റൂട്ട് ഓഫ് 64 എത്രയാണ്? 8ന്റെ സ്ക്വയർ ആണ് 64. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 64 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 എന്ന് കിട്ടി. അപ്പൊ 12:8 ആണ് കിട്ടി. ഇനി നമുക്ക് ഇതിനെ വീണ്ടും ചെറുതാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കും. 4 വെച്ച് നമുക്ക് ക്യാൻസൽ ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ അല്ലെങ്കിൽ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ, ഇനി ഒരുപാട് റേഷ്യോസ് ഉണ്ട്. ഈ ഒരു ടൈപ്പിൽ ഓഫ് റേഷ്യോസ് ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ എത്രയാണോ അതിൻ്റെത് അത് മാത്രം എഴുതിയാൽ മതി. അതിനെ വീണ്ടും നമ്മൾ ചെറുതാക്കാൻ പാടില്ല. അപ്പൊ നമ്മുടെ ആൻസർ തെറ്റിപ്പോവും. ഈ ഒരു റേഷ്യോ കാണുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ ആ സ്ക്വയർ റൂട്ട് മാത്രം ജസ്റ്റ് കണ്ടിട്ട് അതിന്റെ റേഷ്യോ ആക്കി എഴുതിയാൽ മതി. ഇതിനെ വീണ്ടും നമ്മൾ ചെറുതാക്കാൻ നോക്കണ്ട. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. 25:16 ഇതിന്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കുക. അതായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കാണാന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി. അപ്പൊ √25:16 എന്തിന്റെ സ്ക്വയർ ആണ്? 25. 5ന്റെ സ്ക്വയർ 5 × 5 ചെയ്യുമ്പോൾ 25 കിട്ടും. അപ്പൊ √25 എത്രയാണ്? 5 √16 എത്രയാണ്? 4 അല്ലെ? 4 × 4 ചെയ്യുമ്പോൾ 16 കിട്ടാം.
സ്ക്വയർ റൂട്ട് ഓഫ് 16 എത്രയാണ് 4. അപ്പൊ 5:4 എന്തിന്റെ 25:16 സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. ഇനി അടുത്തത് 4:9. 4:9 സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 4 സ്ക്വയർ റൂട്ട് ഓഫ് 9 ഈക്വൽ ടു എന്ത് കിട്ടും? 4ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ് 2, അതുപോലെ തന്നെ 9ന്റെ സ്ക്വയർ റൂട്ട് 3. 2:3 ആണെന്ന് ഇതിന്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ 2:3 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ 25:49. അപ്പൊ ഇതിന്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ റൂട്ട് ഓഫ് 25 സ്ക്വയർ റൂട്ട് ഓഫ് 49. എത്രയാണ്? 25ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 5ന്റെ സ്ക്വയർ ആണ് 25. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് പറഞ്ഞാൽ 5. അതുപോലെ തന്നെ 7ന്റെ സ്ക്വയർ ആണ് 49. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 49 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 ആണ്. അപ്പൊ 5:9 ആണ് 25:49ന്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടൈപ്പ് ആണ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോ ഉണ്ട് A:B എന്ന് പറയുന്ന റേഷ്യോ. നേരത്തെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിച്ചപ്പോൾ A² B² കണ്ടു. ഇനി A:Bയുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? A³ കണ്ടാൽ മതി. അതായത് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 തവണ ഗുണിക്കുക, ക്യൂബ് എന്ന് പറയുമ്പോൾ 3 തവണ ഗുണിക്കുക. അതായത് ഇപ്പൊ 2:3 എന്ന് പറയുന്ന അതിന്റെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 2³ കാണണം. 2³ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 2 × 2. അതുപോലെ 3³ എന്ന് പറഞ്ഞാൽ 3 × 3 × 3. ആ നമ്പറിനെ 3 തവണ ഗുണിക്കുന്നതാണ് ക്യൂബ് എന്ന് പറയുന്നത്. അപ്പൊ 2³ എന്ന് പറയുന്നത് 8 ആണ്, 3³ എന്ന് പറയുന്നത് 27 ആണ്. അപ്പൊ 2:3യുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 8:27 ആണ്. അപ്പൊ അതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കൂ. 4:7. ഇതിന്റെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 4³ അപ്പൊ കുറച്ച് നമ്പേഴ്സിന്റെ ക്യൂബും സ്ക്വയേഴ്സ് ഒക്കെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഒരു 20 വരേക്കുള്ള നമ്പേഴ്സുകളുടെ സ്ക്വയർ, അതുപോലെ തന്നെ ഒരു 10 അല്ലെങ്കിൽ ഒരു 15 വരേക്കുള്ള നമ്പേഴ്സുകളുടെ ക്യൂബ്, അതുപോലെ തന്നെ സ്ക്വയർ റൂട്ട് കാണാനൊക്കെ നമുക്ക് ഈസി ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് സ്ക്വയേഴ്സും നമ്പേഴ്സുകളുടെ സ്ക്വയേഴ്സും ക്യൂബ്സ് ഒക്കെ കുറച്ച് നമ്പേഴ്സുകളുടെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത്. 4³ എന്ന് പറയുന്നത് 64 ആണ്. 4 × 4 × 4 ചെയ്യുമ്പോൾ 64 കിട്ടും. 7³ എന്നുള്ളത് 343 ആണ് കിട്ടും. അപ്പൊ 4:7ന്റെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എത്രയാണ്? 4³ എത്രയാണ്? 64:343 എന്ന് കിട്ടി. അപ്പൊ ഇനി അടുത്തൊരു നമ്പർ നോക്കൂ. 3:4ന്റെ ട്രിപ്ലിക്കേറ്റ് എത്രയാണ്? 3യുടെ ക്യൂബ് 27 4ന്റെ ക്യൂബ് 64. അപ്പൊ 27:64 ആണ് 3:4ന്റെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കൂ. 4:6. 4:6ന്റെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 4³ 6³ എത്രയാണ്? 4ന്റെ ക്യൂബ് 64, 6ന്റെ ക്യൂബ് 216 ആണ്. 64:216 ആണ് 4:6ന്റെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പ് ആണ് സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കുക. അപ്പൊ നേരത്തെ ചെയ്തതിന് നിങ്ങൾക്ക് ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടാവും. സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ A:Bയുടെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ക്യൂബിക് റൂട്ട് കണ്ടുപിടിക്കുക. രണ്ടിന്റെയും ക്യൂബിക് റൂട്ട് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? ക്യൂബിക് റൂട്ട് കണ്ടുപിടിച്ചാല് സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. 27:125. അപ്പൊ ഇതിന്റെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ക്യൂബിക് റൂട്ട് ഓഫ് 27ഉം ക്യൂബിക് റൂട്ട് ഓഫ് 125ഉം കണ്ടുപിടിച്ചാൽ മതി. ഏതോ ഒരു നമ്പറിനെ 3 തവണ ഗുണിക്കുമ്പോഴാണ് നമുക്ക് 27 കിട്ടുക. ഏത് നമ്പറാണത്? 3നെ 3 തവണ ഗുണിക്കുമ്പോഴാണ് 27. അപ്പൊ ക്യൂബിക് റൂട്ട് ഓഫ് 27 എന്ന് പറഞ്ഞാൽ 3 ആണ്. അതുപോലെ തന്നെ ക്യൂബിക് റൂട്ട് ഓഫ് 125 225 കിട്ടുന്നത് ഏത് നമ്പറിനെ 3 തവണ ഗുണിക്കുമ്പോഴാണ്? 5നെ 3 തവണ ഗുണിക്കുമ്പോഴാണ് 125 കിട്ടുക. അപ്പൊ ക്യൂബിക് റൂട്ട് ഓഫ് 125 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ 3:5 ആണ് 27:125ന്റെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അതേപോലെ 216:343 ഇതിന്റെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ക്യൂബിക് റൂട്ട് ഓഫ് 216 ക്യൂബിക് റൂട്ട് ഓഫ് 343 കണ്ടാൽ മതി. ഓക്കെ. അപ്പൊ 216 ഏത് നമ്പർ വെച്ച് 3 തവണ മൾട്ടിപ്പിൾ ആകുമ്പോൾ 216 കിട്ടുക? 6നെയാണ്. അപ്പൊ ക്യൂബിക് റൂട്ട് ഓഫ് 216 എന്ന് പറഞ്ഞത് 6 എന്ന് കിട്ടി. ക്യൂബിക് റൂട്ട് ഓഫ് 343 എത്രയാണ്? 7 ആണ്. അപ്പൊ 6:7 ആണ് 216:343ന്റെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് റേഷ്യോ ആണ്. ഇൻവേഴ്സ് റേഷ്യോ ഒന്നുമില്ല. A:Bയുടെ ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറയുന്നത് B:A ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ 2:3 എന്ന് പറയുന്നത് തന്നതിനാൽ അതിന്റെ ഇൻവേഴ്സ് റേഷ്യോ എത്രയാണ്? 3:2. 4:5ന്റെ ഇൻവേഴ്സ് റേഷ്യോ എത്രയാണ്? 5:4.
7:2ന്റെ ഇൻവേഴ്സ് റേഷ്യോ എത്രയാണ്? 2:7. ഓക്കെ, അങ്ങനെ ഇൻവേഴ്സ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ മതി? A:B ഇൻവേഴ്സ് റേഷ്യോ എന്നത് B:A ആണെന്ന് ഓർത്ത് വെച്ചത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊപ്പോർഷൻ ആണ്. പ്രൊപ്പോർഷൻ, അനുപാതം. നോക്കൂ, അനുപാതം, പ്രൊപ്പോർഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് റേഷ്യോസുകൾ, ഇക്വാലിറ്റി ഓഫ് ടു റേഷ്യോസ് ആണ് എന്തെന്ന് പറയുന്നത്? അനുപാതം എന്ന് പറയുന്നത്. അതായത് രണ്ട് റേഷ്യോസിനെ നമ്മൾ എന്ത് ചെയ്യുക? ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതായത് A:B C:D. അപ്പൊ രണ്ട് റേഷ്യോസ് ഉണ്ട്, A:Bയും C:Dയും. അതിനെ ഈക്വൽ ടു എന്ന് പറഞ്ഞ രീതിയിൽ എഴുതുന്നതാണ് നമ്മൾ പ്രൊപ്പോർഷൻ എന്ന് പറയാ. പ്രൊപ്പോർഷൻ നമുക്ക് A:B പ്രൊപ്പോർഷൻ ടു C:D എന്ന് എങ്ങനെ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ A:B പ്രൊപ്പോർഷന് 4 കുത്തുണ്ട്. A:B പ്രൊപ്പോർഷൻ ടു C:D. ഓക്കെ, അപ്പൊ 4 കുത്ത് തന്നാൽ എന്താണ് അതിന്റെ അർത്ഥം? പ്രൊപ്പോർഷൻ ആണ്. അതായത് രണ്ട് റേഷ്യോസുകൾ ഈക്വൽ ആണെന്ന് തരും. അപ്പൊ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു റേഷ്യോ തരാതെ ആ റേഷ്യോ ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മൾ രണ്ട് റേഷ്യോസ് പ്രൊപ്പോർഷൻ തന്നതിനാൽ ഈക്വൽ ടു എന്ന് എഴുതിയിട്ട് നമ്മൾ ആ റേഷ്യോ കണ്ടുപിടിക്കാം. അപ്പൊ നോക്കൂ, എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ 3:2 എന്ന് പറയുന്നത്, നോക്കൂ, 3:2 എന്ന് പറയുന്നത് ഈക്വൽ ടു C:4 ആണ്. ഓക്കെ, അപ്പൊ രണ്ട് റേഷ്യോസ് ഉണ്ട്. 3:2 എന്നത് ഈക്വൽ ടു C:4 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഈ C ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം A:B എന്ന് പറയുന്നത് എന്താണ്? A/B ആണ്. അപ്പൊ 3:2 എന്ന് പറയുന്നത് എന്താണ്? 3/2 ആണ്. ഈക്വൽ ടു എന്താണ്? C:4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C/4 ആണ്. അപ്പൊ 3/2 എന്ന് പറയുന്നത് ഈക്വൽ ടു C/4 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 4 എത്ര തവണ പോകും? 2 തവണ പോകും. ഇനി എന്ത് ചെയ്താൽ മതി? C കണ്ടുപിടിക്കാൻ C ഈക്വൽ ടു ഈ 2നെ 3 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 2 × 3 എന്ന് പറയുന്നത് 6. അപ്പൊ C എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് കിട്ടി? 6 ആണെന്ന് കിട്ടി. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞുതരാം. ഈ അറ്റത്തുള്ള രണ്ട് നമ്പേഴ്സുകൾ ഗുണിക്കുന്നത്, അതായത് 3 × 4 എന്ന് പറയുന്നത് 3 × 4 എന്ന് പറയുന്നത് ഈക്വൽ ടു ഈ സെന്ററിൽ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുന്നതിനോട് ഈക്വൽ ആണ്. അത് 2 × C എന്ന് പറയുന്നത് ഈക്വൽ ആണ്. നോക്കൂ, A:B C:D തന്നതാണ് AD എന്ന് പറയുന്നത് ഈക്വൽ ടു BC ആണ്. ഓക്കെ, അപ്പൊ 3 × 4 എന്ന് പറയുന്നത് ഈക്വൽ ടു 2 × C എന്ന് കിട്ടും. ഇനി C കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 2 4 2 തവണ പോകും. C എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താന്ന് കിട്ടും? 3 × 2 6 ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇത് രണ്ട് റേഷ്യോസ് പ്രൊപ്പോർഷൻസ് തന്നു കഴിഞ്ഞാൽ ഈക്വൽ ടു എന്ന് എഴുതി കഴിഞ്ഞാൽ ഇങ്ങനത്തെ റേഷ്യോ ഏതെങ്കിലും ഒന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ എങ്ങനെ കണ്ടെയ്താൽ മതി? ഈ സെന്ററിലുള്ള നമ്പേഴ്സുകൾ ഗുണിച്ച് ഈക്വൽ ടു എന്ന് പറയുന്നത് ഈ എൻഡിലുള്ള നമ്പേഴ്സുകൾ ഗുണിച്ചാൽ കിട്ടുന്നതിന് ഈക്വൽ ആണെന്ന് എഴുതാം. അതിനുശേഷം മിസ് ചെയ്ത നമ്പർ ഏതാണോ അത് അതിൽ നിന്ന് കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ നോക്കൂ, A:5 എന്ന് പറയുന്നത് ഈക്വൽ ടു 4:3 ഈക്വൽ ആണ്. അപ്പൊ എയുടെ വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നെ എന്ത് ചെയ്താൽ മതി? എയും 3 കൂടെ ഗുണിക്കുക. എത്രയാണ്? 3 × A എന്ന് പറയുന്നത് ഈക്വൽ ടു 5 × 4 ഈക്വൽ ആണ്. 5 × 4 ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? A കാണാനായിട്ട് ഈ 3നെ ഇങ്ങോട്ട് കൊണ്ടുവരും. അത് 5 × 4 ഇവിടെ ഇൻറ്റു ആണ്. അപ്പൊ എന്ത് ചെയ്യാം? ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഡിവൈഡഡ് ബൈ 3 ആവും. ഈക്വൽ ടു കിട്ടും 4 × 5 എന്ന് പറയുമ്പോൾ 20/3. ഓക്കെ, അപ്പൊ A എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ് കിട്ടി? 20/3 എന്ന് കിട്ടി. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കും, 4:B എന്ന് പറയുന്നത് ഈക്വൽ ടു 2:5 ഈക്വൽ ആണ് അല്ലെ. അപ്പൊ B യുടെ വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 4 × 5 എത്രയാണ്? 20 ഈക്വൽ ടു 2 × B എത്രയാണ്? 2B എന്ന് കിട്ടി. B കാണാൻ എന്ത് ചെയ്താൽ മതി? 20 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 10 എന്ന് കിട്ടി. അപ്പൊ B എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10. അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ തരുന്ന വെച്ചാൽ A, B, C എന്നീ സംഖ്യകളുടെ 4ാം അനുപാതം, അതായത് 4th പ്രൊപ്പോർഷൻ കാണുക എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ തരാം. അപ്പൊ 4th പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ 3 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ 2 നമ്പേഴ്സ് എന്ത് ചെയ്താ? A:B എന്ന് പറഞ്ഞ് എഴുതാം. എയും ബിയും A:B എഴുതി ഈക്വൽ ടു അടുത്ത നമ്പർ ഏതാണ്? C:D. ഓക്കെ, അപ്പൊ 4th പ്രൊപ്പോർഷൻ ഏതാണ്? ഈ D ആണ് അവിടുത്തെ 4th പ്രൊപ്പോർഷൻ. അപ്പൊ നമുക്ക് D ആണ് ഇവിടെ കാണേണ്ടത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? ക്വസ്റ്റ്യൻ നോക്കൂ, 3, 6, 9 എന്നീ സംഖ്യകളുടെ 4ാം അനുപാതം എന്ത്? നോക്കൂ, 3, 6, 9 എന്നീ നമ്പറുകളുടെ എന്താണ് 4ാം അനുപാതം എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 3:6 എന്ന് പറയുന്നത് ഈക്വൽ ടു 9:D അല്ലെ. 9:D. ഇനി D കാണാൻ എന്ത് ചെയ്താൽ മതി? 3 × D അല്ലെ. 3 × D എന്ന് പറയുന്നത് ഈക്വൽ ടു 6 × 9. 6 × 9 എന്ന് കിട്ടി. ഇനി 3 6 എത്ര തവണ? 2 തവണ പോകും. D ഈക്വൽ ടു എന്ത് കിട്ടും?
d ഈക്വൽ ടു 2 ഇൻറ്റു 9 എത്രയാണ് കിട്ടി 18. അപ്പൊ നാലാം അനുപാതം 3, 6, 9 എന്നീ സംഖ്യകളുടെ നാലാം അനുപാതം എത്രയാണ് 18 എന്ന് കിട്ടി. നമുക്ക് അതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. 4, 6, 3 എന്നീ സംഖ്യകളുടെ നാലാം അനുപാതം 4, 6, 3 എന്നീ സംഖ്യകളുടെ നാലാം അനുപാതം എത്രയാണ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 4:6 എന്ന് വന്നത് ഈക്വൽ ടു 3:d എന്ന് എഴുതാം. അപ്പൊ ഈ രണ്ടും കൂടെ മൾട്ടിപ്ലൈ 4 ഇൻറ്റു d എന്ന് വന്നത് ഈക്വൽ ടു 6 ഇൻറ്റു 3 എന്ന് കിട്ടി. അപ്പൊ d ഈക്വൽ ടു എത്ര കിട്ടും? 6 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 18. 18/4 അല്ലെ, ഈ 4 ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താകും? ഡിവൈഡ് ബൈ 4 ആകും. ഈക്വൽ ടു എന്ന് കിട്ടും? 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 9 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 4.5. അപ്പൊ d എത്രയാണ് കിട്ടി നമുക്ക്? നാലാം അനുപാതം 4, 6, 3 എന്നീ സംഖ്യകളുടെ നാലാം അനുപാതം എത്രയാണ്? 4.5 ആണെന്ന് കിട്ടി. ഇനി നോക്കുന്നത് അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. a, b എന്നീ സംഖ്യകളുടെ മൂന്നാം അനുപാതം. നേരത്തെ നമ്മൾ എന്താ കണ്ടത്? നാലാം അനുപാതമാണ്. ഇവിടെ തേർഡ് പ്രൊപ്പോർഷൻ. മൂന്നാം അനുപാതം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ രണ്ട് നമ്പേഴ്സ് എയും ബിയും തന്നു കഴിഞ്ഞാൽ അതിന്റെ മൂന്നാം അനുപാതം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എയും ബിയും എന്ത് ചെയ്താ? റേഷ്യോ ആയിട്ട് ചെയ്താ a:b എന്ന് ചെയ്താ ഈക്വൽ ടു എഗെയിൻ എന്ത് ചെയ്യും? ബി വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. b നമുക്ക് കണ്ടുപിടിക്കേണ്ട സി അല്ലെങ്കിൽ ഡി. സി എടുക്കാം. അപ്പൊ a:b ഈക്വൽ ടു b:c എന്നിട്ട് ഈ സി ആണ് എന്തെന്ന് പറയുന്നത്? മൂന്നാം അനുപാതം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ 40, 10 എന്നീ സംഖ്യകളുടെ മൂന്നാം അനുപാതം എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? 40:10 എന്ന് എഴുതാം. ആദ്യം 40:10 ഈക്വൽ ടു പിന്നെന്താണ്? b:c ആണ്. b എത്രയാണ് ഇവിടെ നമ്മൾ എടുത്തത്? 10:c നമുക്കറിയില്ല. അപ്പൊ c അവിടെ കൊടുക്കാണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ എന്താണ്? 40 ഇൻറ്റു c എന്ന് പറയുന്നത് ഈക്വൽ ടു 10 ഇൻറ്റു 10 എന്ന് കിട്ടി. ഇനി 0 ക്യാൻസൽ ആയി. c ഈക്വൽ ടു 10 ഈ 4 ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡ് ബൈ 4 എന്നാകും. 10/4 എന്നാകും. ഈക്വൽ ടു 5/2 എത്രയാണ്? 2.5 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ മൂന്നാം അനുപാതം 40ന്റെയും 10ന്റെയും മൂന്നാം അനുപാതം ചോദിച്ചാൽ എത്രയാണ്? 2.5. ഇനി ഒരു എക്സാമ്പിൾ നോക്കൂ. 4:12ന്റെ മൂന്നാം അനുപാതം എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? 4:12 ഈക്വൽ ടു 12:c എന്ന് കിട്ടും. c കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? 4 ഇൻറ്റു c ഈക്വൽ ടു 12 ഇൻറ്റു 12. 4 12 എത്ര തവണ പോകും? 3 തവണ. c ഈക്വൽ ടു 3 ഇൻറ്റു 12 എത്രയെന്ന് കിട്ടി? 36 എന്ന് കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് മൂന്നാം അനുപാതം കണ്ടുപിടിക്കേണ്ടത്. മൂന്നാം അനുപാതം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? a:b ഈക്വൽ ടു b:c ആണ്. നാലാം അനുപാതം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? a:b ഈക്വൽ ടു c:d എന്ന് പറയുന്ന രൂപത്തിൽ എഴുതാം. അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. a, b എന്നീ സംഖ്യകളുടെ മധ്യാനുപാതം മീൻ പ്രൊപ്പോർഷൻ കാണുക. അപ്പൊ രണ്ട് നമ്പേഴ്സിന്റെ മീൻ പ്രൊപ്പോർഷൻ കാണാൻ പറഞ്ഞാൽ എയുടെയും ബിയുടെയും മീൻ പ്രൊപ്പോർഷൻ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് ab കണ്ടാൽ മതി. റൂട്ട് ഓഫ് a ഇൻറ്റു b കണ്ടാൽ മതി. അപ്പൊ രണ്ട് നമ്പേഴ്സ് തരാണ് 40, 10 എന്നീ നമ്പേഴ്സുകളുടെ മധ്യാനുപാതം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് ab അല്ലെ, റൂട്ട് ഓഫ് ab എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 40 ഇൻറ്റു 10 എത്രയാണ് വരും? ഈക്വൽ ടു റൂട്ട് ഓഫ് 40 നമുക്ക് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 10 എന്ന് എഴുതാം. പിന്നെ എഗെയിൻ ഒരു 10 ഇവിടെ ഉണ്ട്. പിന്നെ 4ന്റെ റൂട്ട് എന്താണ്? 2 ഇൻറ്റു 2 ആണ് 4. സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇൻറ്റു ഒരു റൂട്ടിനകത്ത് രണ്ട് നമ്പേഴ്സ് 10 ഇൻറ്റു 10, 5 ഇൻറ്റു 5, 6 ഇൻറ്റു 6 അങ്ങനെ സെയിം നമ്പേഴ്സ് രണ്ട് തവണ റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ റൂട്ടിന് പുറത്തേക്ക് ഒരെണ്ണം എടുക്കാം. അതായത് 10 ഇൻറ്റു 10 റൂട്ടിനകത്ത് ഉണ്ടെങ്കിൽ പുറത്തേക്ക് നമുക്ക് ഒരു 10 എടുക്കാം. അപ്പൊ ഈ 2 ഇൻറ്റു 10 എന്ന് പറയുന്നത് എത്രയാണ്? 20. അപ്പോൾ 40, 10 എന്നീ സംഖ്യകളുടെ മധ്യാനുപാതം എത്രയാണ്? 20 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. 4, 9 നോക്ക്. 4, 9 എന്നീ നമ്പേഴ്സുകളുടെ മധ്യാനുപാതം കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കാം? ഈക്വൽ ടു മധ്യാനുപാതം എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് a ഇൻറ്റു ബി. റൂട്ട് ഓഫ് a എന്ന് പറയുന്നത് 4, b എന്നത് 9 ഈക്വൽ ടു കിട്ടും. 4ന്റെ റൂട്ട് എത്രയാണ്? 4ന്റെ റൂട്ട് 2 ആണ്. 9ന്റെ റൂട്ട് എത്രയാണ്? 9ന്റെ സ്ക്വയർ റൂട്ട് 3 ആണ്. അപ്പൊ 2 ഇൻറ്റു 3 എന്ന് പറയുന്നത് 6 എന്ന് കിട്ടി. അപ്പൊ 4, 9 എന്നീ നമ്പറുകളുടെ മധ്യാനുപാതം ചോദിച്ചാൽ എത്രയാണ്? 6 ആണ്. ഓക്കെ, ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. 20, 45 എന്നീ നമ്പേഴ്സുകളുടെ മധ്യാനുപാതം കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് 20 ഇൻറ്റു 45. ഓക്കെ, 20നെ നമുക്ക് ഒരു സ്ക്വയർ റൂട്ടിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം. എങ്ങനെ എഴുതാം?
4 ഒരു സ്ക്വയർ റൂട്ട് ആണ്. അപ്പൊ എന്ത് ചെയ്യാം, 4 മൾട്ടിപ്ലൈ ചെയ്താന്ന് പറഞ്ഞാൽ 4 × 5 എന്ന് എഴുതാം. അതേപോലെ 45-നെ 5 × 9 എന്ന് എഴുതാം. അപ്പൊ എന്ത് കിട്ടും, 4 സ്ക്വയർ റൂട്ട് 2, 5 × 5 എന്ന് പറയുമ്പോൾ ഒരു 5 നമുക്ക് പുറത്തെടുക്കാം, 5, 9 സ്ക്വയർ റൂട്ട് 3. അപ്പൊ എത്രയാണ് കിട്ടും, 2 × 5 10, 10 × 3 30. അപ്പൊ 20, 45 എന്നീ നമ്പേഴ്സുകളുടെ മധ്യാനുപാതം എത്രയാന്ന് കിട്ടി, നമുക്കിവിടെ 30 എന്ന് കിട്ടി. ഇതോടുകൂടി നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോടൊന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. ഓക്കെ, താങ്ക് യു.